ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എല്ലാ പ്രശ്നത്തിനും പരിഹാരം അവിടെയാണല്ലോ. അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഉസ്മാൻ ഇബ്നു മൽഊൻ എന്ന് പറയുന്ന സഹാബിയെ അവിടെ നിന്ന് വിളിക്കണം. വിളിച്ചിട്ട് അങ്ങ് ആവശ്യപ്പെടണം, അങ്ങ് ചോദിക്കണം കുടുംബജീവിതത്തിന്റെ വിവരങ്ങൾ. ഇന്നുവരെ ഭാര്യയുടെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്മാൻ, കുടുംബജീവിതത്തിന്റെ അവസ്ഥയൊക്കെ എങ്ങനെ പോകുന്നു? ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, സന്തോഷമായിട്ട് പോകുന്നു നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, രാത്രിയും പകലും നിന്റെ ഭാര്യയുടെ അടുത്ത് പോയി ഇരിക്കാൻ കഴിയാതെ നിനക്ക് ഇത്ര ഇബാദത്ത് എന്താണെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പടച്ച റബ്ബിനെ പേടിക്കുകയാണ്. എന്റെ രാത്രിയുടെയും എന്റെ പകലിന്റെയും സമയം എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് എന്റെ കരുണക്കടലാര പടച്ച റബ്ബ് എന്നോട് ചോദിച്ചാൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തു എന്ന് പറയണമെന്ന് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ കരുണക്കടലായ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അതുഉമിനു കമാ നുഉമിനു യാ ഉസ്മാൻ, ഞാൻ വിശ്വസിക്കുന്ന മതത്തിലല്ലേ ഉസ്മാനെ നീ വിശ്വസിക്കുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. അതായത് ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാം, ഞാൻ വിശ്വസിക്കുന്ന പടച്ചറബ്, ആ പടച്ചറബിനെ അല്ലാതെ പിന്നെ ആരെയാണ് നീ വിശ്വസിക്കുന്നത്? ഏറ്റവും അധികം നിങ്ങളിൽ അല്ലാഹുവിനെ ഭയക്കുന്നത് ഞാനാണ്. ഏറ്റവും അധികം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് സമയം ചെലവഴിക്കേണ്ടത് ഞാനാണ്. ഞാൻ പോലും വിവാഹം കഴിച്ചല്ലോ, ഭാര്യാഭർത്തൃ ബന്ധം നടത്തുന്നല്ലോ, എന്നിട്ട് എന്തേ എന്നെക്കാളും വലിയ തഖ്വയുടെ പദവിയിലേക്ക് എത്താൻ നീ മോഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആരംഭപ്പൂവായ നബിതങ്ങള് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന് ഒരു കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ കുടുംബജീവിതത്തിന്റെ വ്യവസ്ഥകൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അന്നിക്കാഹു മിൻ സുന്നതി, നിക്കാഹ് എന്ന് പറയുന്നത് എന്റെ ശരിയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിന് പോലും ഒരുപാട് പ്രതിഫലമുണ്ട്. ഒരാള് കുടുംബജീവിതം നയിച്ചുകൊണ്ട് ഭാര്യയെ നോക്കിക്കൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി ജോലി ചെയ്ത് ചെലവ് കൊടുത്തുകൊണ്ട് മക്കളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മക്കളെ വളർത്തിയിട്ട് ഒരു വഖത്ത് പോലും മുടങ്ങാറ് ചുറ്റുമൂല പള്ളിക്കകത്ത് വന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ നിസ്കാരത്തിന് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ. നിക്കാഹ് വേണ്ട, ഭാര്യ വേണ്ട, മക്കള് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന മനുഷ്യന്റെ ഇബാദത്തിനേക്കാളും അല്ലാഹു പ്രതിഫലം കൂടുതൽ കൊടുക്കുന്നതാ. അതുകൊണ്ട് നിക്കാഹ് കഴിക്കണം. വമാഫിൽ ജന്നതി അഹ്സബ്, സ്വർഗ്ഗത്തിൽ അവിവാഹിതരെ ഇല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചവര് മാത്രമേ സ്വർഗ്ഗത്തിൽ പോകൂ എന്നല്ല അർത്ഥം. സ്വർഗ്ഗത്തിൽ ആര് കടന്നാലും അല്ലാഹ് സമ്മാനമായിട്ട് പെണ്ണിനെ കൊടുക്കും. ആര് കടന്നാലും സമ്മാനമായിട്ട് അല്ലാഹു പെണ്ണിനെ കൊടുക്കും. കാരണം സുഖം പരിപൂർണതയിലേക്ക് എത്തണമെങ്കിൽ പെണ്ണ് വേണം. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ കടന്നല്ലോ. സ്വർഗത്തിൽ കടന്നു, നല്ല പലവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചു വന്നപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു നിരാശ. അല്ലാഹു ചോദിച്ചു, എന്താ, ഒരു ലേഡി കൂടി ഉണ്ടായിരുന്നെങ്കിൽ സംഭവം റാഹത്തായ വേണമല്ലോ, പെണ്ണ് വേണം. പിന്നെ എന്ത് ജീവിതമാ? നല്ലൊരു വാഹനത്തിലൊരു സോലിഹത്തായ പെണ്ണാണെങ്കിൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എപ്പോഴും ടയർ പഞ്ചറാവും. വഴിയിലിറങ്ങണം, പിന്നെ വണ്ടി തള്ളണം, ടയർ ഒട്ടിക്കണം, എരണംകെട്ടോളയും കൊണ്ട് ഇറങ്ങി പെരുമഴയും ഇടിയും മിന്നലും. ഏത് പുതിയ വണ്ടിയാണെങ്കിൽ എപ്പോൾ വഴിയിലാന്ന് ചോദിച്ചാൽ മതി. ബറക്കത്തുള്ള പെണ്ണാണെങ്കിലോ പഞ്ചറായാലും കിലോമീറ്ററുകളോളം ഓടിക്കൊണ്ടിരിക്കുക. അതാ പെണ്ണിന്റെ പവർ. അതാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, എരണക്കേടെന്ന് പറയുന്നത് മൂന്ന് കാര്യത്തിലാണ് എരണക്കേടുള്ളത്. ബറക്കത്ത് കേട് സാധാരണ വരാൻ സാധ്യതയുള്ളത് മൂന്ന് കാര്യത്തിലാണ്. ഒന്ന് ഫിൽ ബൈത്തി ഫിദ്ദാരി, വീട്ടിലാണ്. രണ്ട് ഫിൽ മർഅത്തി, പെണ്ണിലാണ്. മൂന്ന് ഫിസ്സയ്യാറ ഫിൽ മർകബി, മൂന്ന് വാഹനത്തിലാണ്. മൂന്ന് കാര്യത്തിൽ എരണക്കേടുണ്ടെന്ന്. ഒരു വീടിൽ താമസം തുടങ്ങി ഒന്നാമത്തെ ദിവസം തന്നെ മിന്നൽ വന്നു, എല്ലാം അടിച്ചുപോയി.
രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ വീടിന്റെ ഒരു സൈഡ് ഇടിഞ്ഞു വീണു. മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ എല്ലാവർക്കും രോഗമാണ്. അങ്ങനെ എന്നും ബുദ്ധിമുട്ടും വിഷമവും പ്രയാസവുമാണ്. ഈ പരാതിയുമായി അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് വന്ന സഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞത്, ആ വീട് അങ്ങ് വിറ്റ് കളയാനാവും, അത് മാറ്റിയിട്ട് നല്ല വേറൊരു വീട്ടിൽ താമസിക്കും, ഒരു ബറക്കത്തുള്ള. അതങ്ങനെയുണ്ട് ഇസ്ലാമിൽ. റോഡിലാണ് കസേര, റോഡിലാണ് കസേരയാണ്. ആ റോഡിലിടല്ലേ. രണ്ടാമത്തത് പെണ്ണിലാണ്. പെണ്ണിലും അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തെ വാഹനം ഒരു വാഹനം എടുത്തു, പുതിയ വാഹനമാണ്. എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ഓടയിൽ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു. പിന്നെ കൂട്ടുകാരെല്ലാം കൊണ്ട് തള്ളിക്കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഒരാണി കയറി ടയർ പോയി. പിന്നെ ടയർ മാറ്റിയിട്ട് കുറച്ചങ്ങോട്ട് പോയപ്പോൾ ലൈറ്റ് ഇളവി വീണു. ഇതിങ്ങനെ എന്നും ഇത് തന്നെ പരിപാടി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ വാഹനം പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ടത് കൊടുത്തിട്ട് വേറൊരു വേറൊരു വാഹനം. പെണ്ണിന്റെ വിഷയവും അങ്ങനെ തന്നെയാണ്. പെണ്ണിന്റെ വിഷയവും അങ്ങനെ തന്നെയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുമ്പോൾ മകൻ വീട്ടിലില്ല. തന്റെ പ്രിയപ്പെട്ട മരുമകളെ നോക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പൊന്നുമോൻ വരുമ്പോ പറയണം, വീടിന്റെ വാതിൽപ്പടി ശരിയല്ല, വീടിന്റെ കട്ടള ശരിയല്ല, അതൊന്ന് മാറ്റിവെക്കാൻ വാപ്പവന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറയണം മോളെ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നപ്പോ ഭാര്യ പറഞ്ഞു, ഉപ്പ വന്നിരുന്നു, വന്നിട്ട് വീടിന്റെ വാതിൽ ശരിയല്ല മാറ്റാൻ പറഞ്ഞു. ഇസ്മായിൽ നബി പറഞ്ഞു, നിന്നെ ഞാൻ തൊലാക്കില്ലിരിക്കും. വാതിൽ മാറ്റാൻ പറഞ്ഞപ്പോ തലാക്കില്ലിരിക്കും. തേക്കിൻ്റെതാണെങ്കിലും തലാക്കില്ലിരിക്കും. എത്ര പോളീഷ് ഉള്ളതാണെങ്കിലും തലാക്കില്ലിരിക്കും. കരുനാഗപ്പള്ളി കായംകുളത്തൊക്കെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ശരിക്കും സാധനം കിട്ടണ്ട. പുറകിൽ ആ പന്തലിന്റെ ഭാഗത്തുള്ള ബൈക്കുകളൊന്നും മാറ്റി ഏതെങ്കിലും സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുത്താൽ കുറച്ച് നിൽക്കുന്നവരവിടെ വന്നിരിക്കും. സദസ്സ് അൽഹംദുലില്ലാ റാഹത്താകും. അതുകൊണ്ട് എല്ലാവരും അതിലൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞ് ബൈക്ക് എടുക്കാൻ എഴുന്നേറ്റ് പോകുന്നവരുടെ സീറ്റിൽ പിന്നെ വേറെ ആൾ വന്നിരിക്കരുത്. അത് പൊരുത്തക്കേടാണ്. ബിസ്മില്ലാ. അപ്പൊ നിക്കാഹ് കഴിക്കൽ ഇസ്ലാമിൽ ആവശ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, ഈ മുസ്ലിം യുവജന വേദിയിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും മിക്കവാറും അവിവാഹിതരാണ്. അപ്പൊ അവരുടെ കല്യാണം ഒന്ന് നടക്കാൻ വേണ്ടിയായിരിക്കും മിക്കവാറും ഈ വിഷയം എനിക്ക് തന്നത്. അവരുടെ വാപ്പായും ഉമ്മായൊക്കെ വന്നിരുന്ന് എന്തായാലും വാള് കേൾക്കും. ഇത്രയും കഷ്ടപ്പെട്ട് പൈസയും പിരിച്ച് നമ്മളൊരു പരിപാടി വെക്കുമ്പോൾ നമ്മളെ കല്യാണമെങ്കിലും നടക്കട്ടെ സാർ, നിങ്ങളെത്തി കല്യാണത്തിന്റെ കാര്യം ഗൗരവത്തോടെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ എത്രയെന്നും പറഞ്ഞ് ഈ മൊബൈലിന്റെ ക്ലിപ്പും കൊണ്ട് ഇങ്ങനെ നടക്കും. എല്ലാം പ്രശ്നമാണ്. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ ഒരു ദിവസമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇപ്പൊ 2 മണിക്കൂറല്ലേ പറയാനും പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ വിഷയങ്ങളിലേക്കെല്ലാം കടന്നു ചെല്ലാൻ പറ്റൂല. എങ്കിലും ഒന്ന് തുടങ്ങി വെക്കാം, അത്രേ പറ്റുള്ളൂ. കുടുംബജീവിതമൊക്കെ ഒരു 4-5 ദിവസം കിട്ടിയേ പറ്റുള്ളൂ. റമദാൻ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് കായംകുളത്ത് നമ്മൾ പരിപാടി 4 ദിവസത്തെ പരിപാടി ചേർത്തുകൊണ്ട് കുടുംബജീവിതം പറയുന്നുണ്ട്. അന്ന് ഓരോ ദിവസം കാര്യമായിട്ട് പറയുന്നു. ഇപ്പൊ ഏതായാലും എല്ലാം ഒന്ന് ഉൾക്കൊള്ളിച്ച് നമുക്ക് പോകാം. അപ്പൊ സ്വർഗത്തിലേക്ക് ആര് കടന്നാലും അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കൊടുക്കുന്നവർക്ക് സമ്മാനമാണ്. കടക്കുന്നവർക്ക് കൊടുക്കുന്ന സമ്മാനം വഹൂർനീൻ ഖംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, തെറിച്ചു വീണ മുത്തുകളെ പോലെയുള്ള, മാണിക്യത്തെ പോലെയുള്ള, പവിടങ്ങളെ പോലെയുള്ള, പവിടമുത്തുകളെ പോലെയുള്ള സുന്ദരികളായ പെൺകുട്ടികളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു സമ്മാനമായി കൊടുക്കുന്നതാ. അത് പറയുമ്പോൾ ഈ ചുറ്റുമൂലയുടെ പരിസരത്തുള്ള ചില ഉപ്പമാര് 90 ചെന്ന 95 ചെന്ന 80 ചെന്ന 85 ചെന്ന ഉപ്പമാര് മനസ്സുകൊണ്ട് പറയും, ഉസ്താദേ നമ്മുടെ വിചാരങ്ങളൊക്കെ കെട്ടടങ്ങിയിരിക്കുകയാണ്. നമ്മൾ മരണപ്പെട്ടു പോയിട്ട് ഇനി നമ്മൾ പരലോകത്ത് വന്ന് സ്വർഗമാണ് കിട്ടുന്നതെങ്കിൽ ഈ 90-ാം വയസ്സിൽ സ്വർഗത്തിലെ പെണ്ണിനെ കിട്ടിയിട്ട് എന്തിനാണ് ഉസ്താദ് എന്ന് ചോദിക്കുന്ന ഉപ്പ ആശങ്കപ്പെടണ്ട.
സ്വർഗത്തിലേക്ക് കിടക്കുമ്പോ അള്ളാഹു നിനക്ക് ആംബിയർ തരികയാ. സ്വർഗത്തിൽ കിടക്കുമ്പോ എല്ലും തീയ നിന്റെ ശരീരം അല്ലാഹു മാറ്റുകയാണ്. കുടിഞ്ഞുപോയ നിന്റെ കണ്ണുകളെ അല്ലാഹു മാറ്റുകയാണ്. രക്തത്തിളപ്പുള്ള പരിശുദ്ധമായ 30 പ്രായമായിരിക്കും അല്ലാഹു നിനക്ക് തരുന്നത്. പക്ഷേ വയസ്സാകാലത്ത് പള്ളിയിൽ വന്ന് ഫസാദ് പറഞ്ഞ് ഫിത്നയുണ്ടാക്കാറ്, നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി സ്റ്റാർ സിംഗറിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാറ്, തസ്ബീഹ് എടുത്ത് ദിക്ർ ചൊല്ലി ഖബറിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് കിടന്നിറങ്ങുന്ന വാപ്പാക്കാണ് ഇങ്ങനെ പവർ കൊടുക്കുന്നത്. അല്ലാത്ത വാപ്പ എല്ലുകൊണ്ട് തന്നെ നരകത്തിൽ കിടന്നെരിയേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂ. ഈ ലോകത്തിരുന്ന് മരണപ്പെടുമ്പോ തന്നെ റഹ്മത്തിന്റെ മാലാകമാരും ഹൂർലീങ്ങളും ഇവന്റെ റൂഹ് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അവന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ആ ഒരു വിഭാഗത്തെ കുറിച്ചാണ്. വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. എപ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത്? ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെയുള്ളത്. വിവാഹം കഴിക്കാത്തവർ ഒന്ന് കൈപൊക്കി. അല്ലാഹു അക്ബർ. മതി മതി മതി. എന്റെ പടച്ചോൻ, ഇത് മദ്രസയിൽ സുന്നത്ത് കല്യാണം കഴിയാത്തൊരു കൈവയ്ക്കെന്ന് പറഞ്ഞാണ് കൈപോയി. ഒറ്റ എണ്ണം പെണ്ണ് കെട്ടിയിട്ടില്ല. എല്ലാം ഡിമാൻഡ് കൂടട്ടെ എന്ന് പറഞ്ഞിരിക്കുക. 2 കൊല്ലം കൂടെ കഴിയട്ടെ ഉസ്താദേ, പുതിയ വണ്ടിയൊക്കെ ഇറങ്ങട്ടെ. ഉണ്ടായില്ല, അതൊക്കെ ഇറങ്ങി, അതൊക്കെ അങ്ങോട്ട് അച്ചാരം വാങ്ങിച്ച് അതിലിരുന്ന് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ട് വേസ്റ്റ് കളയാൻ വേണ്ടി മാത്രം ഗ്ലാസ് ഇതാക്കുക. ഫുൾ AC. ഡിമാൻഡ് കൂടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സമയം 18 കഴിഞ്ഞാൽ പിന്നെ താമസിക്കേണ്ടെന്ന് നിങ്ങൾ പറയും. ഉസ്താദ് ഒരു വീടൊക്കെ വെച്ചിട്ടാകാം, ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തിനാ പെൺകുട്ടികളെ കണ്ണീര് കുടിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇത്തിരി പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ നീണ്ടു പോയില്ല, നടക്കൂല. സമയമായാൽ വാപ്പാന്റെ അടുത്ത് നേരിട്ട് പോയിട്ട് പറയാ, വാപ്പാ സംഭവം എനിക്കൊരു വിവാഹം കഴിക്കണം. വാപ്പ പറ, ഞാൻ കഴിച്ചതിന്റെ സങ്കടം ഇതുവരെ മാറിയതിന് നിനക്ക്. വാപ്പ ഇതൊക്കെ പറയും. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ അറിയുന്ന നമ്മളാ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വിവാഹം കഴിക്കുന്നതിനുള്ള സമയമെത്തിയാൽ എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ നോക്കുവാനുള്ള കഴിവനിക്കുണ്ട്. ആ പെണ്ണിന്റെ വികാര വിചാരങ്ങള് പൂർത്തീകരിച്ചു കൊടുക്കുവാനുള്ള ആരോഗ്യപരമായ കഴിവും പട്ടിണിയില്ലാതെ, പരിവട്ടമില്ലാതെ, പരാതിയില്ലാതെ പെണ്ണിന്റെ ചെലവ് നടത്തുവാനുള്ള സാമ്പത്തിക ശേഷി എനിക്കുണ്ട് എന്ന് ബോധ്യമായ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫല്യതസവ്വജ്, അവൻ വിവാഹം കഴിച്ചുകൊള്ളട്ടെ. ആ സമയമാണ് നബി തങ്ങൾ പറഞ്ഞത്. ആ സമയമായാൽ പിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, അളയാ ഞാൻ എന്തായാലും പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. അപ്പൊ അവര് പറഞ്ഞു, എടാ നോക്കടാ, നല്ല നമ്മളെ ഷാനവാസിന്റെ കല്യാണത്തിന് പോയപ്പോ കണ്ടായിരുന്ന പെണ്ണിന്, അതാടാ പെണ്ണ്, അന്വേഷിക്കളയോ, നോക്കണം, കുറേ നോക്കണം, ഒരുപാട് കാണണം, കണ്ടിട്ട് അവസാനം സെലക്ട് ചെയ്യണം ഒന്ന്. അതാണ് നമ്മൾ ആ വിഷയത്തിൽ തോറ്റുപോകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ട്, പാവപ്പെട്ട പെണ്ണുങ്ങളെ വീട്ടിൽ പോയിരുന്ന് പെണ്ണ് കണ്ട് കൂട്ടുകാരിങ്ങനെ പുതിയാപ്പിള ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കൂട്ടുകാരിങ്ങനെ നല്ലവരെ നോക്കും. എന്നിട്ട് യവൻ ചോദിക്കും, അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ ആക്കിയാൽ കല്യാണം ഓക്കെ, കൂട്ടുകാരാക്കണം, ഇല്ലെങ്കിൽ നടക്കൂല, ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ല, അത് പൊളിഞ്ഞത് തന്നെ. ഇറങ്ങിയിട്ട് പറയും, പെണ്ണിന് മൂക്ക് നീണ്ടുപോയി, അതുപോലെ മുടി കുറവാണ്, മുടി ഇങ്ങ് കാലിൽ തട്ടണം എന്നൊക്കെ പറഞ്ഞ് പറ്റൂല എന്ന് പറഞ്ഞ് തിരിച്ചു. അങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ കണ്ടു. ഈ മംഗലാപുരം ഭാഗത്തൊരു സഹോദരൻ അങ്ങനെ പാവപ്പെട്ട ഒരുപാട് പെണ്ണിനെ കണ്ടു. ഗ്ലാമർ പോരാന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു മാറി അവസാനം ഇഷ്ടപ്പെട്ട ഗ്ലാമറൊക്കെ ഒന്നിനെ കിട്ടി. സുബ്ഹാനല്ലാഹ്. അതിന്റെ കോലം എന്തെന്നറിയും? അതാ ഗ്ലാമർ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെരുപ്പെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ആ കൂസി വെള്ളം കൊണ്ടുവയ്ക്കും. പശുവിനെ അഴിച്ചു വിടാൻ പറഞ്ഞാൽ വാപ്പാക്ക് തൈലിട്ട് ഇടയി കൊടുക്കുക ജോലി. നല്ലതുപോലെ ചെവിയും കെട്ടൂടെ സ്ഥിരബുദ്ധിയില്ല. വല്ലാഹിയൊക്കെ ഞാൻ പറയാം, ഇന്നും ആ സഹോദരൻ സങ്കടത്തില്ല. സ്ത്രീധനവും അച്ചാരവും നാട്ടിൽ കിട്ടാവുന്നതിനപ്പുറമാണ് വാങ്ങിയത്. പക്ഷെ എന്ത് ചെയ്യാം,
എന്ത് ചെയ്യാം? സോലിഹത്തായ പെണ്ണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കൈ ഉയർത്തി കാണിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വാലിഹത്തായ ഒരു പെണ്ണിനെ നിനക്ക് അല്ലാഹു തന്നാൽ അത് ഏറ്റവും വലിയ പടച്ച റബ്ബിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് പ്രിയപ്പെട്ടവരെ. കുടുംബജീവിതത്തിൽ എന്ത് സുഖമാണ്. ഒരു സ്ഥലത്ത് യാത്ര പോകുമ്പോഴും ഭാര്യയെ വിളിക്കുമ്പോ ആ സംസാരം കേൾക്കുമ്പോ എന്ത് സന്തോഷമാണ്. വീട്ടിലേക്ക് വരുമ്പോ തന്റെ പ്രിയതമയെ കാണുമ്പോൾ എത്ര റാഹത്താണ്. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും സങ്കടമില്ലാതെ, പണക്കുറവുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എല്ലാം തന്റെ പ്രിയപ്പെട്ട സ്വാലിഹത്തായ ഭാര്യയുടെ അടുപ്പം കൊണ്ട് മാറിപ്പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, അദ്ദുനിയാ കുല്ലുഹാ മതാ വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സ്വാലിഹാ. ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള നിധി ഏതെന്നറിയുമോ? ദുനിയാവിൽ എത്ര വില കൊടുത്താൽ കിട്ടാത്ത നിധി ഏതെന്നറിയോ? ആരംഭപ്പൂവായ നബി തങ്ങൾ തന്റെ നുബുവത്തിന്റെ നാവ് കൊണ്ട് ലോകത്തെ പഠിപ്പിക്കുന്നു, അൽ മർഅതു സ്വാലിഹാ, അത് സ്വാലിഹത്തായ പെണ്ണാണ്. സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ ആരാ എന്റെ പ്രിയപ്പെട്ടവര്? പർദ്ദയിടുമ്പോ എന്ന് നബി തങ്ങൾ പറഞ്ഞില്ല, തലമറയ്ക്കുന്നവളെന്ന് നബി തങ്ങൾ പറഞ്ഞില്ല. പിന്നെയോ ഇദാ നളറ ഇലൈഹാ സറത്തുഹാ, ആ പെണ്ണിന്റെ മുഖത്തേക്ക് അവനങ്ങ് നോക്കുമ്പോ അവന് വല്ലാത്ത സന്തോഷം വരികയാണ്. ആ പെണ്ണിന്റെ മുഖത്ത് നോക്കുമ്പോ അവന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം വരികയാണ്. ഇടം മറക്കുന്നു, കടക്കടി മറക്കുന്നു, കഷ്ടപ്പാട് മറക്കുന്നു, ദുഃഖവും ദുരന്തവും ദുരിതവുമില്ല പാടേ പറന്നകലുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ മുമ്പ് നിൽക്കുന്ന ഭാര്യയുടെ മുഖം കാണുമ്പോ സങ്കടം മറക്കുന്ന ഭർത്താക്കന്മാർ ഈ ചുറ്റുമൂലയുടെ പരിസരത്തുണ്ടോ? പ്രയാസം കാരണം വീട്ടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ ഭാര്യയുടെ മുഖം കാണുമ്പോ എല്ലാ സങ്കടങ്ങളും മറന്നുപോയി അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഭർത്താവ് ഈ മജ്‌ലിസിലുണ്ടോ പ്രിയപ്പെട്ടവരെ? വലിയ കഷ്ടപ്പാടാ. പണത്തിന്റെ പിന്നാലെ, സുഖത്തിന്റെ പിന്നാലെ, ആഡംബരത്തിന്റെ പിന്നാലെ തേ പിടിച്ച നാരകളെ പോലെ പരക്കം താന്നുകൊണ്ടിരിക്കുന്ന സമുദായത്തിന്റെ പിന്തിരികൾ ഇന്ന് അഹങ്കാരത്തിന്റെ മൂർത്തീഭാവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട്, നോട്ടുകെട്ടുകളെ കൊണ്ട്, ഐഹീലിന്റെ ചെരിപ്പിട്ടുകൊണ്ട്, നെറ്റിന്റെ ചെറുതാറിട്ടുകൊണ്ട് കരിനാഗപ്പള്ളിയിലും ചുറ്റുമൂലയിലും കാമുകന്മാരുടെ പിന്നാലെ പറവകളെ പോലെ പറന്നു നടക്കുമ്പോ കുടുംബജീവിതത്തിന്റെ ഗൗരവം തകർത്തടുക്കിക്കളഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാളെ പരലോകത്തുണ്ടല്ലോ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ, ഭർത്താവിന്റെ പൊരുത്തക്കേടോടുകൂടി മരിച്ച ഒരു പെണ്ണിന്റെ ഒരു നന്മയുടെ പ്രതിഫലം പോലും അല്ലാഹു തരുമെന്ന് കരുതണ്ട. നീ ഹൂർലിന്റെ വെറുതെ ഇട്ടാൽ, ലാമിയാടെ വെറുതെ ഇട്ടാൽ, നീ ഏത് വെറുതെ ഇട്ടാൽ, എത്ര മനോഹരമായി തലമറച്ചാൽ, ഏത് അതിന്റെ സരസിൽ വന്ന് കള്ളക്കണ്ണീരൊഴുക്കിയാലും പെങ്ങളെ, വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവിന്റെ നൊമ്പരമറിയാറ് പാതിരാ സമയത്ത് ടെറസിന്റെ മുകളിൽ ഇളം തെന്നലേറ്റുകൊണ്ട് മൊബൈലിലൂടെ കാമുകന്മാരോട് സംസാരിച്ചുകൊണ്ട് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സമയം കളഞ്ഞ പെണ്ണേ, നീ മരണപ്പെടുന്നത് മുതൽ അവിടെ അങ്ങോട്ട് പിന്നെ നരകത്തിന്റെ ചൂടാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഭാര്യയും ഭർത്താക്കന്മാരും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട്. വിവാഹ ജീവിതമെന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഇന്ന് വിപണിയിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ പ്രസിദ്ധീകരണങ്ങൾ. ഒരുപാട് രാഷ്ട്രദീപിക, സിനിമ, നാനാവാരിക, വെള്ളി നക്ഷത്രം പോലെയുള്ള സിനിമാ വാരികകൾ, അതുപോലെ മനോരമയും മംഗളവും മറ്റ് ആഴ്ച പതിപ്പുകൾ, ഇതെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സിനിമാ ലോകത്തിന്റെ ചർച്ച. മഴപൊടിയാണോ? തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ ഈ ആഴ്ച എന്ന് നിൽക്കൂലെന്ന് തോന്നുന്ന മഴയാ, ഭയങ്കര മഴ. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ വിളിച്ച് ചോദിച്ചു വരട്ടെ എന്ന്. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ മഴയില്ലാന്ന്.
പക്ഷെ എനിക്ക് തോന്നുന്നു ആ മഴ ഇങ്ങോട്ട് വരികയാണെന്ന് തോന്നിയിട്ട് ആ ഭക്ഷണം പോലും കഴിക്കാതെ വന്നു പറഞ്ഞാൽ ഞാൻ കയറിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഉള്ള സ്ഥല സൗകര്യത്തിൽ എല്ലാവരും ഒതുങ്ങിയിരിക്കുക. അള്ളാഹു നമുക്ക് അന്തരീക്ഷം അനുകൂലമാക്കി തരട്ടെ. വലിയ മഴയാണ്, കൊല്ലം ചവറ ഭാഗം വരെയും വലിയ മഴയും ഇടിയും മിന്നലും ഒക്കെ. ഒരുപാട് വൃക്ഷങ്ങളൊക്കെ പുഴുതു വീണു എന്ന് വരെ പലരും വിളിച്ചു പറഞ്ഞു. അള്ളാഹു നമ്മുടെ അന്തരീക്ഷം നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ദുആ ചെയ്യാൻ മാത്രമേ പറ്റൂ, ബാക്കിയൊക്കെ റബ്ബിന്റെ കയ്യിലാണ്. ഏതായാലും വിഷയത്തിലേക്ക് മടങ്ങി വരാം, ഉള്ള സമയം നമുക്ക് പാഴാക്കണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിക്കാഹ് വെറും ഒരു കളിതമാശയല്ല. നമ്മൾ കരുതുന്ന പോലെ ഇതിനകത്ത് സിനിമാ നടന്മാരും നടികളും ഒക്കെ ചർച്ച ചെയ്യുന്നത് പോലെയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന നടിയെ ഒരു സിനിമാ നടൻ വിവാഹം കഴിച്ചാൽ അവരുടെ കുടുംബജീവിതം സമാധാനപരമാണ് എന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ്. അതെങ്ങനെയാണ് കഴിയുക? സമാധാനമായിട്ട് അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? നിങ്ങൾ ആലോചിച്ച് നോക്കി. കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. സിനിമാ ലോകം പോട്ടെ, ആൽബം ഉണ്ടല്ലോ, ആൽബം നമ്മുടെ ഇന്നെല്ലാവർക്കും ഇഷ്ടമതല്ലേ. നബിദിനത്തിന് കലാപരിപാടി നടത്തിയവരെ നമ്മുടെ കുഞ്ഞുമക്കൾ പാടുന്നത് ആൽബത്തിലെ പാട്ടാണ്. ഉസ്താദുമാര് മാർക്കിടാൻ വേണ്ടി വലിയ തലയെക്കെട്ടും തൊപ്പിയെക്കാട്ട് പോയിരുന്നിട്ട് ജസ്റ്റ് കോഡ് നമ്പർ 1 2 3 മുഹമ്മദ് കുഞ്ഞിന്റെ മകൻ സുബൈർ വരട്ടെ, അവൻ കയറി അസ്സലാമു അലൈക്കും, കാച്ചിക്കൂറിക്ക് വെച്ച പാലാണോ അവിടെ. അപ്പൊ ഉസ്താദ് വിചാരിക്കും നബിയെ കുറിച്ചാണ്, കാച്ചിക്കുറുക്കി വെച്ച പാൽ. നല്ല സാഹിത്യം. കാനനവനിയിലെ തേനാണോ? ഓഹോ അൽഹംദുലില്ലാ, എന്തോ ഒരു ഈമാൻ. കാമിനി നിൻചിരിയേതാണ്? മുസ്ലിയാർ ഇങ്ങനെ ഇരിക്കാം. അല്ലാഹ് പറയൂ നിൻ കരളിൽ ഇന്നെന്താണ്? അത് കഴിഞ്ഞിട്ട് അടുത്ത കൂടെ വരും. ഉസ്താദിനെ എണിച്ച് ഓടാനൊന്നും പറ്റൂല. അടുത്ത കോഡ് നമ്പർ വിളിക്കും, കനകാംബരമാണോ? ഇതെന്തായാലും നബിയെ കുറിച്ച്. നീ കാമിനിയാണോ? അല്ലാഹു അക്ബർ. കാമുകിയാകാൻ സമ്മതമാണോ? ഇതാ മദ്രസയിൽ വരെ നടക്കുക. ഈ ആൽബത്തിൽ 700 രൂപയ്ക്ക് അഭിനയിക്കുന്ന പെണ്ണുണ്ടല്ലോ, 180 രൂപയ്ക്ക് 100 പേർക്ക് ശരീരം കൊടുക്കാൻ ഒരുക്കമുള്ള എത്ര പെൺകുട്ടികളുണ്ടെന്നറിയോ? പിന്നെ സിനിമയുടെ ലോകത്തെ കുറിച്ച് ചർച്ച ചെയ്യണോ ചെറുപ്പക്കാരാ? ഒരു സിനിമാ സംവിധായകന്റെ ഡ്രൈവറെ ഞാൻ പരിചയപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, തക്കുളങ്ങര പള്ളിയിൽ ആ സഹോദരൻ ഇങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോ വെള്ളിയാഴ്ചയായി. സംവിധായകൻ ഹിന്ദുവാണ്, ഡ്രൈവർ മുസ്ലിമാണ്. ജുമയ്ക്ക് വേണ്ടി വണ്ടി ഒതുക്കി പള്ളിക്കകത്ത് കയറി. കേട്ട് വന്ന് പരിചയപ്പെട്ട് സംസാരിച്ചു. റൂമിൽ വന്ന് ഇച്ചിരി നേരം ഒന്ന് സംസാരിച്ചപ്പോ ആ സഹോദരന്റെ നാവിൽ നിന്ന് അടർന്നു വീണത് ആ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഒരു ചെറുപ്പക്കാരന് വ്യഭിചരിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിലും രൂപത്തിലുമുള്ള ശരീരത്തെ അവന് ലഭിക്കുന്ന ലോകമാണ് സിനിമ. അതല്ലെന്ന് പറയാ നൗഷാദ് ബാഖവിയുടെ മുന്നിൽ ആരും നട്ടെല്ല് കാണിക്കണ്ട. ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, ഉറപ്പാണ്. ആ സിനിമാ നടന്മാരുടെ കുടുംബജീവിതം വായിച്ചു പഠിച്ചിട്ട് ചുറ്റുമൂലയുടെ പരിസരത്തുള്ള മുസ്ലിം ചെറുപ്പക്കാര് കുടുംബജീവിതം മെച്ചപ്പെടുത്തണ്ട. നിനക്ക് പഠിക്കാൻ എത്രയോ മനോഹരമായ ചരിത്രം പരിശുദ്ധമായ ഇസ്ലാം നിനക്ക് വിഭാവനം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അബൂ സലമ റളിയല്ലാഹു അൻഹ എത്ര മനോഹരമായ കുടുംബജീവിതമാണ് ലോകത്തിന് സമർപ്പിച്ചത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോൾ ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു തആല അൻഹ ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് കായംകുളത്ത് KMYF-ന്റെ പരിപാടിയിൽ വന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കേട്ടതാണ്. പറഞ്ഞു കൊതി തീരാത്ത ഫാത്തിമ എന്ന് പറയുന്ന വിഷയം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹദിയുടെ ചരിത്രമുണ്ടല്ലോ. പട്ടിണിയിലും പരിവട്ടത്തിലും ഈമാനിന്റെ നിറപുഞ്ചിരിയോടെ സമാധാനത്തോടെ അവരെ പോലെ ജീവിച്ച ഒരു ജീവിതം നമുക്ക് വേണ്ടേ? എത്ര കൊണ്ട് കൊടുത്താലും തികയാത്ത ഭാര്യയുടെ മനസ്സ് നിറയ്ക്കണ്ടേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അതുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, തെറ്റിപ്പോകല്ലേ. ആദ്യം മുതൽ തന്നെ തീരുമാനിച്ചോ, എന്റെ ജീവിതത്തിന്റെ തുടക്കമാണ്. ഇത് ഇരുമ്പാണോ തുരുമ്പാണോ? ഇത് അല്ലാഹു തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് പെണ്ണ് കാണാൻ ഇറങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത് ഖൈറിനെ തേടുന്ന നിസ്കാരം നടത്തിക്കോ. 2 റക്അത്ത് നിസ്കരിക്കണം.
ഫർദ് നിസ്കരിക്കണവന്റെ കാര്യമാണ് പറഞ്ഞത്. അവനാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകാനുള്ളത്. അല്ല തോന്നി കണക്ക് ജീവിച്ച് കള്ളും കുടിച്ച് പിടുത്തോടിച്ച് കിടന്ന് പെണ്ണ് കാണാൻ പോവല്ലേ മുസ്ലിയാർ പറഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിച്ചേ. ആ നിക്കാരത്തിന്റെ കാര്യമല്ല പറഞ്ഞു. ഇബാദത്ത് ഫർദ് ഇബാദത്ത് ഇല്ലാത്തവൻ എന്താ സുന്നത്ത് ഇബാദത്ത്? ഫർദ് ഇബാദത്ത് ചെയ്തവൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകണം. അല്ലാഹുവേ, ഭദ്രകാളിയാണ് കാണാൻ പോണെങ്കിൽ വഴി വെച്ച് തന്നെ ഓടയിൽ വീണ് മരിച്ചാലും കുഴപ്പമില്ല, കല്യാണം നടത്തല്ലേ റഹ്മാനെ. സോലിഹത്താണെങ്കിൽ എൻ്റെ ഉമ്മയെയും എൻ്റെ വാപ്പയെയും കുറ്റപ്പെടുത്ത, എന്നെയും എൻ്റെ മക്കളെയും സന്തോഷമായിട്ട് പോറ്റുന്ന നല്ല ഒരു ഭാര്യയാണെങ്കിൽ, ആവാനുള്ള തൗഫീഖുള്ള പെണ്ണാണെങ്കിൽ ഇത് നടത്തണം എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് സന്തോഷമായിട്ട് പോകണം. തെരഞ്ഞെടുക്കുമ്പോഴോ, പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോഴോ ഇന്നെല്ലാ ചെറുപ്പക്കാരും ഇങ്ങനെ മോഹിക്കുന്നതെന്താ? നിങ്ങളുടെ റൂമിന്റെ അകത്ത് വരുമ്പോഴേ കാണാം എത്തെങ്കിലും ഇങ്ങനെ കിടക്കുമ്പോ മുകളിൽ സാനിയ മിർസ, ചിലപ്പോ അത് ഇളക്കി കാണും കല്യാണം കഴിഞ്ഞുകൊണ്ട്. അരികിൽ ഒട്ടിച്ചിരിക്കുന്ന ഐശ്വര്യ റായ്, അടുത്ത ഇപ്പുറത്ത് സുസ്മിതാസൻ, പിന്നെ മൊബൈലിന്റെ ഫ്രണ്ടിലോ ചുമന്ന ചുണ്ടിന്റെ പിക്ചർ മൊബൈലിന്റെ ഫ്രണ്ടിലിട്ടിരിക്കുന്ന സംസ്കാര ശൂന്യതയുടെ പ്രതീകമായി ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, അതുപോലും നിഷിദ്ധമാണ്. മാറ്റണേ, അത് മാറ്റണേ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ട. മൊബൈലിൽ നിന്ന് ഒരുപാട് അശ്ലീലങ്ങൾ മാറ്റാനുണ്ട്. ചില മൊബൈലിൽ മെസ്സേജ് വരുന്നത് എങ്ങനെയെന്ന് പറയും, മെസ്സേജ് വരുന്നതാ അങ്ങനെ പറയണം. സുബ്ഹാനല്ലാഹ്, എന്ത് കോലമാണ്! ഒരു പെൺകുട്ടി ചുംബനം കൊടുക്കുന്നതിന്റെ ശബ്ദമാണ് മെസ്സേജ് വരുന്നത്. പിന്നെ പിക്ചർ മൊബൈലിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടിരിക്കും, വളരെ മോശമായി. ഇതെല്ലാം കണ്ട് ഇങ്ങനത്തെ പെണ്ണു വേണം, ഇങ്ങനത്തെ കണ്ണുള്ള പെണ്ണു വേണം, ചുണ്ടുള്ള പെണ്ണു വേണം എന്ന് കൊതിച്ചുകൊണ്ട് നടക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരുന്നോ, ഫൽഫർ ബിദാത്തിദ്ദീ, ഫൽഫർ ബിദാത്തിദ്ദീ, ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തോ, ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തോ. അങ്ങനെ ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്തെന്നറിയോ? നിസ്കരിച്ചിട്ട് നിനക്ക് വേണ്ടി ദുആരക്കും. മക്കളുണ്ടായാലോ ആ മക്കളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടിക്കൊടുക്കും, സലാത്ത് ചൊല്ലിക്കൊടുക്കും. എല്ലാവരും നടത്തേക്ക്. യാ റബ്ബേ, പെരുമഴ വരെ എന്റെ കൈവാണ്. അപ്പൊ ദീനുള്ള പെണ്ണിനെ കിട്ടുന്നത് കൊണ്ടുള്ള ഉപയോഗമാണ്. കാരണം എന്താ? ഈ ആദ്യ സമയങ്ങളിൽ ഭാര്യയുടെ ശരീരത്തിൽ തൊടുമ്പോൾ ദിക്ർ ചൊല്ലണം, തലേ കൈ വെച്ച് സൂറത്ത് ഓതണം, ഇതൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും പെണ്ടാട്ടി ഇങ്ങനെ ചെല്ലുമല്ലോ, ദീനുള്ള കെട്ടി അങ്ങനെയുള്ള ഉപയോഗം. ആ സമയത്ത് നമ്മളതൊക്കെ പഠിക്കണം. അല്ലാതെ നിക്കാഹിന്റെ തലേദിവസം പോയി പെണ്ണിന്റെ മഹലിലെ ഉസ്താനെ കണ്ടിട്ട്, ഉസ്താദെ ഞാൻ മദ്രസയിലൊക്കെ കുറച്ചേ പോയിട്ടുള്ളൂ, നിങ്ങൾ നാളെ ഒരുപാട് കൂട്ടുകാരും വലിയ വലിയ പണക്കാരും ആൾക്കാരൊക്കെ വരുമ്പോൾ മറ്റേ സബോജിക്ക 5 ഏത്തക്ക എന്നൊക്കെ പറയുമല്ലോ, ഈ 5 ഏത്തക്ക എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കുറച്ച് പറയണം, 5 വേണ്ട 3-4 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് തലേദിവസം പോയി പെണ്ണിന്റെ മഹലിലെ ഉസ്താദിനെ കണ്ട് പൈസ കൊടുത്ത് സ്ത്രീധനമൊക്കെ പൂർണ്ണമായിട്ട് കിട്ടിയിട്ട് കാര്യമായിട്ട് കാണാം. നിങ്ങൾ എന്തായാലും അല്ല നാണക്കെടുത്താറ കാര്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞ് പഠിച്ചാൽ പോരാ. നിക്കാഹുമായി ബന്ധപ്പെട്ട് ചെറുപ്പക്കാർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. സഹോദരങ്ങളെ, കല്യാണം തമാശയല്ല. അല്ലാഹുവിന്റെ റസൂൽ ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തിനെന്നറിയോ?
ആ കുടുംബജീവിതത്തിൽ കല്ലുകടി വരാതിരിക്കാനാ. ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്താൽ വളരെ ഹൈറാണ്. നീയും അറിയാതെ ദീനുള്ളവനാകും. എത്രയോ പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ ദീനുള്ളവരാക്കി, എത്രയോ പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ നിസ്കാരമുള്ളവരാക്കി, എത്രയോ പെൺകുട്ടികൾ ഭർത്തന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ ദീനീ ചിട്ടയിലൂടെ സഞ്ചരിപ്പിക്കുന്നവരാക്കി. എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിന്റെ അകത്ത് അല്ലാഹു കൊടുത്തിരിക്കുന്ന ദീനിന്റെ ഉറപ്പാണ്. അങ്ങനെയുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ നിസ്കരിച്ചിട്ട് ദുആരക്കണം. കാരണം വലിയ നഷ്ടമാണില്ലെങ്കിൽ വല്ലാത്ത നഷ്ടമാണ്. ഉമ്മ പിണങ്ങുന്നു, ഉപ്പ പിണങ്ങുന്നു, പിന്നെ ജീവിതം കഴിഞ്ഞ് 3-4 മാസം കഴിയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയായി, വഴക്കായി, വക്കാടമായി പിറന്നു വീഴുന്ന മക്കള് നോക്കി നിൽക്കുമ്പോ കള്ളു കുടിച്ചു കൊണ്ടുവന്ന് പ്രിയപ്പെട്ട മാതാവിന്റെ മുടിക്കൊപ്പിന് പിടിച്ച് ചുവരിലേക്ക് ഇടിച്ചു വെക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ആ ജീവിതം എത്ര ദുസ്സഹമാണ്. വളർന്നു വരുന്ന മക്കൾ പോലും അവസാനം പറയും, എന്റെ ഉമ്മ മരിച്ചിരുന്നെങ്കിൽ, എന്റെ വാപ്പ മരിച്ചിരുന്നെങ്കിലും ദുആ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പോകുമെങ്കിൽ ഒരിക്കലും നിക്കാഹ് തമാശയല്ല. അതുകൊണ്ട് ഗൗരവത്തോടെ ദീനുള്ള പെണ്ണിനെ കിട്ടണമെന്ന് തീരുമാനിച്ചോ. അങ്ങനെയുള്ള പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി അല്ലാഹുവോട് ദുആറുന്നു. ദീനുള്ള പെണ്ണെന്ന് പറഞ്ഞ കേവലം ഒരു പർദ്ദ ഇടുന്ന പെണ്ണല്ല ഉദ്ദേശം. ഇവിടെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭരണം ലോകത്തിന് സമ്മാനിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്നത്തെ അധികാരി വർഗത്തെ പോലെ ഇലക്ഷന്റെ സമയമാകുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് പാവപ്പെട്ട ചുറ്റുമൂലയിൽ ഉമ്മാടെ വീട്ടിന്റെ അകത്ത് വന്ന് കഞ്ഞിക്കലത്തിലേക്ക് തവിയിട്ടിളക്കി കൊടുക്കുമ്പോ ഉമ്മ മനസ്സുകൊണ്ട് കരുതും, അല്ലാഹുവേ, എന്റെ നേതാവല്ലേ ഈ വന്നത്, എന്റെ പാവപ്പെട്ട കുടിലിന്റെ അകത്ത് വന്നോ, ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞി ഇളക്കുകയാണോ, ഞാൻ പൊരിച്ചു വെച്ചിരിക്കുന്ന മീൻ കഴിക്കുകയാണോ, ഇത് മനുഷ്യത്വമുള്ള നേതാവെന്ന് പറഞ്ഞ് ഉമ്മാടെയും ഉപ്പാടെയും മക്കളുടെയും എല്ലാ വോട്ടും കൊണ്ടുവന്ന് നേതാവിന് കൊടുത്തിട്ട് പിന്നെ ആ നേതാവിനെ കാണാനില്ല. അങ്ങനെയുള്ള അവസ്ഥയല്ല. അധികാരം കിട്ടിയപ്പോ ഒരു രാത്രി മുഴുവനും ഉറങ്ങാറ് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, റബ്ബേ, സ്വർഗത്തിലേക്ക് പറക്കാൻ കൊതിക്കുന്ന എന്നെ ഈ അധികാരത്തിൽ ശ്രദ്ധയില്ലാത്തതിന്റെ പേര് നരകത്തിന്റെ പടുങ്കുടിയിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. ഞാൻ ഭരണം നടത്തുമ്പോ എന്റെ പരിസരത്തോടെ പരക്കം പായുന്ന ഒട്ടകത്തിന്റെ കാല് ഒരു കല്ലിൽ തട്ടിയിട്ട് ഇടറി വീണ അതിന് പോലും അല്ലാഹുവോട് കണക്ക് പറയണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പാതിരാത്രി പൊട്ടിക്കരഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നോട് പറയാറ് ആരാ സങ്കടപ്പെടുന്നത്, താൻ അറിയാറ് ആരാ കഷ്ടപ്പെടുന്നത്, താൻ അറിയാറ് ആരാ പട്ടിണി കിടക്കുന്നത് എന്നറിയാ വേഷപ്രസന്നനായി രാത്രി സമയത്ത് ഇറങ്ങി നടക്കുകയാണ്. ഏതെങ്കിലും ഒരു കുടിൽ വിശപ്പിന്റെ കരച്ചിൽ കേട്ടാ പൊട്ടിക്കരഞ്ഞുകൊണ്ടാ ശബ്ദം കേട്ട ഭാഗത്ത് പരിഹാരത്തിന് നിയമം അനുകൂലിക്കുന്ന അവസ്ഥ കൊടുക്കുന്ന ഭരണാധിപനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ബഹുമാനപ്പെട്ട മഹാനിങ്ങനെ സഞ്ചരിക്കുമ്പോ രാത്രിയുടെ പകുതി സമയം കഴിഞ്ഞു, നേരം പുലരാറായി. ഒരു കുടിലിന്റെ അകത്ത് തന്റെ പ്രിയപ്പെട്ട ഉമ്മ മോളെ വിളിച്ചുണർത്തിയിട്ട് പറയുന്ന, മോളെ, ഉമർ റളിയല്ലാഹു അൻഹു വിസിറ്റിന് ഇറങ്ങുന്ന സമയമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശോധനയ്ക്ക് ഇറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് പൊന്നുമോളെ, ആ വരുന്നതിന് മുമ്പ് നമ്മുടെ ഉപജീവനത്തിന്റെ മാർഗമായ പാലുണ്ടല്ലോ, ആ പാലിന്റെ അകത്ത് വെള്ളം ചേർക്കുമോളെ. പൊന്നുമോള് കൊടുത്ത മറുപടി എന്തെന്നറിയോ? മക്കളെയും കൊണ്ട് ഉത്സവപ്പറമ്പിൽ പോയി നിരങ്ങുന്ന എന്റെ ഭാഗത്തുള്ള പരിസരത്തുള്ള ഉപ്പമാര് പഠിച്ചോ, പട്ടുറുമാല് കാണാ ഫാമിലിയുടെ 7000ന്റെ ടിക്കറ്റ് എടുത്തിട്ട് ഞെളിഞ്ഞിരുന്ന് താടി തടവി കണ്ട എന്റെ പ്രിയപ്പെട്ട ഉപ്പ 17കാരി മൈക്കെടുത്ത് നൃത്തം ചെയ്യുമ്പോ അവരുടെ മാരടം കുലുങ്ങുന്നതും പള്ള പുറത്തു വരുന്നതും കണ്ട് കള്ളുകുടിയന്മാരായ നാണം കെട്ട ചെറുപ്പക്കാര് കൈയടിക്കുമ്പോ അവരിൽ ഒരാളായ പൊന്നുപോരെ
പഠിക്കണം കേട്ടോ. അല്ലാഹു എന്ന് പറയുന്നത് പള്ളിക്കകത്ത് മാത്രമുള്ള സംഭവമല്ല. മക്കയിലും മദീനയിലും ചെന്ന് കരയാ മാത്രമല്ല പടച്ച റബ്ബ്. ആരെങ്കിലും മരിക്കുമ്പോ എന്റെ റബ്ബേ എന്ന് പറഞ്ഞ് മറിഞ്ഞു വീടാനല്ല പടച്ച റബ്ബ്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ കോണിലും മുക്കിലും മൂലയിലും അല്ലാഹനെ പേടിക്കണം മോനെ. ഒഴിവാക്കാൻ വലിയ പാടാണെന്നറിയാ. ആഡംബരങ്ങളെയും ആർഭാടങ്ങളെയും അനാവശ്യങ്ങളെയും അനാശാസ്യങ്ങളെയും പുറം കാലുകൊണ്ട് വലിച്ചെറിയാ. നിന്റെ മനസ്സിന്റെ അകത്ത് കൊടിയേറിയിരിക്കുന്ന പിശാച് അനുവദിക്കില്ല എന്നറിയാ. അതിനെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് സലാത്ത് ചൊല്ലി ദീനിന് വേണ്ടി ഓടി വരുന്ന സടകുടം എഴുന്നേൽക്കുന്ന തക്ബീർ ചൊല്ലിയിട്ട് സാടി എഴുന്നേൽക്കുന്ന ചുണക്കുട്ടന്മാരാണ് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ ചെന്നിരിക്കുന്നത് മോനെ. അല്ലാതെ കേവലം ഒരു വാല് കേൾക്കുമ്പോ ഓടി വന്നിരുന്ന മനസ്സിന് സങ്കടം തോന്നിയിട്ട് കാര്യമില്ല. ഭാവി ജീവിതം മുഴുവനും നശിപ്പിച്ചിട്ട് എവിടെയെങ്കിലും നൗഷാദ് വാക്കവി വരുമ്പോ വന്നിരിക്കുന്നതിൽ സന്തോഷമാണ് എനിക്ക്. പക്ഷേ അല്ലാഹു നാളെ ചോദിക്കുമ്പോ ഈ 2 മണിക്കൂറിന്റെ പടച്ച റബ്ബിനോട് കണക്ക് പറയണം മോരെ. മാറിയേ പറ്റൂ, മാറ്റം വന്നേ പറ്റൂ. എന്റെ സഹോദരങ്ങള്, കരുനാഗപ്പള്ളിയിലെ ഒരു ഹിന്ദു കുടുംബമില്ലേ ഈ വിനീതന്റെ പ്രഭാഷണം കേട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു പോരെങ്കിൽ ഈ നൗഷാദ് വാക്കവിക്ക് ഒരു നേട്ടവും ഇല്ല. സഹോദരങ്ങള്, നിങ്ങളുടെ കയ്യടി വേണ്ട. കരുനാഗപ്പള്ളിയിലും ആലപ്പുഴയിലും കായംകുളത്ത് ഫ്ലക്സ് ബോർഡ് അടിച്ചു വെച്ചത് കൊണ്ട് നൗഷാദ് വാക്കവിയുടെ മനം മാറുമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കരുതണ്ട. മനസ്സിന് മാറ്റം വരുത്താൻ ശ്രമിക്കണം സഹോദരങ്ങള്. അല്ലാഹുവിന്റെ പള്ളികളിലെ സംഘടനകൾ തമ്മിലടിച്ചുകൊണ്ട് ഓരോ പള്ളികൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഉമ്മവറ്റ മക്കളെ പോലെ നമ്മുടെ പള്ളിയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടുന്ന ചുമതല നമുക്കാണ് കേട്ടോ. ഉമ്മാടെ വാക്ക് കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട പ്രായപൂർത്തിയായ പൊന്നുമോള് ഉമ്മയോട് പറയുന്നു, ഉമ്മ നിങ്ങൾ അല്ലാഹനെയാണോ പേടിക്കുന്നത്? അതല്ല കേവലം ഒരു ഭരണാധികാരിയായ ഉമറിനെയാണോ പേടിക്കുന്നത്? ഉമ്മ ഈ വാക്ക് പുറത്തിരുന്നു കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോ തന്റെ വീട്ടിലേക്ക് ഓടുകയാ. പൊന്നുമോനോട് പറയുന്ന, മോനെ നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട് പൊന്നുമോനെ. ഞാൻ നേരിട്ട് കണ്ടില്ല, സൗന്ദര്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ട മോനെ, അവള് സ്വാലിഹത്തായ പെണ്ണാണ്. പെണ്ണല്ലാഹയെ പേടിക്കുന്നവളാണ്. അതുകൊണ്ട് കല്യാണത്തിന് പോന് സമ്മതമാണോ എന്ന് ചോദിച്ച് തന്റെ പ്രിയപ്പെട്ട പൊന്നുപോന് വിവാഹാലോചന നടത്തിയ രീതി നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രി കരുനാഗപ്പള്ളിയിലെ വീട്ടിന്റെ അകത്ത് ജനൽ തുറന്ന് പരിശോധിക്കാൻ പോണ്ട മോനെ പെണ്ണ് കാണിക്കാ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹയെ പേടിക്കുന്ന പെണ്ണിന് മുൻതൂക്കം കൊടുക്കണം പ്രിയപ്പെട്ടവർ. അവള് കറുത്തവരാകട്ടെ, അവള് വെളുത്തവളാകട്ടെ, അവള് വിരൂപിയാകട്ടെ, റബ്ബിനെ പേടിക്കുന്ന പെണ്ണ് നിനക്ക് കിട്ടിയ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കറിയുമല്ലോ. അല്ലാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചപ്പോ സകലതും നഷ്ടപ്പെട്ടു പോയല്ലോ. ഏറ്റവും വലിയ സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവസാനമായി പ്രിയപ്പെട്ട ഒരു ഭാര്യ മാത്രമുണ്ടായിരുന്നു. എല്ലാവരും ഉപേക്ഷിച്ചോ, ജനങ്ങൾ പോലും വെറുത്തുപോയി. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത രോഗം കൊണ്ട് ശരീരം പഴുപ്പിറക്കാൻ തുടങ്ങിയപ്പോ ജനങ്ങൾ പറഞ്ഞു, പെണ്ണേ റഹ്മാ, നിന്റെ ഭർത്താവിനെ കൊണ്ടുവയ്ക്കോ, എവിടെയെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അവസാനം റഹ്മാ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ മനോഹരമായ തലമുടിയില്ലേ, ആ തലമുടി പോലും അഴിച്ച് അറുത്ത് വിറ്റുകൊണ്ട് ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് പാല് കൊടുത്ത് സന്തോഷത്തോടെ പ്രിയപ്പെട്ടവനെ തോളത്തിട്ടുകൊണ്ട് നടന്നു പോരെങ്കിലും എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു ഭാര്യയെ കിട്ടോ. പാരിപ്പള്ളിയിൽ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോ അപസ്മാര രോഗം ബാധിച്ചുകൊണ്ട് മീൻ കച്ചവടക്കാരനായ ഒരു സഹോദരൻ തന്റെ തല പാറയിലിടിച്ചുകൊണ്ട് അബോധാവസ്ഥയിലായി. അവസാനം മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണത്തിന്റെ കീഴിൽ ബോധം തിരിച്ചു കിട്ടിയെങ്കിലും ശരീരത്തിന്റെ പകുതിയിലേറെ ഭാഗം സ്തംഭിച്ചുപോയി.
കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം. 2 മക്കളുണ്ട്, സബീറും സബൂറും. ആ 2 പ്രിയപ്പെട്ട മക്കൾ 3ഉം 5ഉം വയസ്സ് പ്രായമായ മക്കൾ. അവിടെ പ്രവാസനത്തിന് പോയി ആ സഹോദരനെ കാണാൻ ചെന്നപ്പോ റൂമിലൊക്കെ നല്ല സുഗന്ധം. ആ സഹോദരന്റെ വാപ്പ പറയാണ്, ഉസ്താദ് വന്നതുകൊണ്ട് ചിലപ്പോ ചില റൂമൊക്കെ വൃത്തിയാക്കുമല്ലോ, ഇത് അതുപോലെ വൃത്തിയാക്കിയതല്ല, എന്റെ മരുമോളാ നോക്കുന്നത്. എന്റെ മോന്റെ മലവും മൂത്രവും എന്റെ പ്രിയപ്പെട്ട മരുമോള് വന്ന് വൃത്തിയാക്കി കൊടുക്കും. മനോഹരമായ രീതിയിൽ എന്റെ മകൻ ഒരു സൈഡ് ഇങ്ങനെ കിടന്ന് അടരാൻ തുടങ്ങിയപ്പോ അതിന് പോലും മരുന്ന് വെച്ചുകൊണ്ട് മനോഹരമായി തന്റെ ഭർത്താവിനോടുള്ള കടമ പാലിക്കുന്ന ഒരു പെണ്ണിവിടെയുണ്ട് എന്ന് പറഞ്ഞു. കാണാൻ താല്പര്യം തോന്നിപ്പോയി പ്രിയപ്പെട്ടവർ. ആ സഹോദരി വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ഭർത്താവിന് ഒരിക്കലും എഴുന്നേറ്റ് നടക്കൂല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു റിസൾട്ട് ഡോക്ടർ പറഞ്ഞാൽ ഏത് ഭാര്യ നോക്കും, പരിചരിക്കും? ഏത് ഭാര്യ നോക്കും? ഭർത്താവ് പറഞ്ഞു അത്രയും ഭാര്യയോട്, വേറെ വിവാഹം കഴിക്കണം, നീ സന്തോഷമായിട്ട് ജീവിക്കണം, എന്റെ മക്കളെ കൂടി നോക്കണം. ആ പ്രിയപ്പെട്ട ഭാര്യ 4-5 വർഷങ്ങളായി എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും കളഞ്ഞ് തന്റെ ഭർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുമ്പോൾ